ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ. പരിപ്പ് ചേർക്കാത്ത പച്ചക്കറി. പരിപ്പ് ഒരുവിധം ഉള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പച്ചക്കറി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു കഷ്ണം മത്തയും കുമ്പളങ്ങ ഒരു കഷ്ണം ചിരവക്ക, ഇത് മൂന്നും കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത്. വളരെ രുചികരമായ ഒരു കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു 6 പച്ചമുളക് നടുകീറിയതും. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ. വെള്ളം മഞ്ഞൾപ്പൊടിയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും നമുക്കിട്ടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 6-7 അല്ലി ചുവന്നുള്ളി ചുള. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലൊരു അരപ്പ് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ലൂസായ പോലെ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. നല്ല ലൂസായി പോയാൽ ഇതുപോലെ 1 ടീസ്പൂണ് അരിപ്പൊടി ഒരു തുള്ളി വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ കറിക്കൊരു കുറുക്കം കിട്ടും കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക്. ഏത് പച്ചക്കറിയാണെങ്കിലും നമുക്ക് വെള്ളം കൂടിക്കഴിയുമ്പോൾ നമുക്കൊന്ന് കുറുക്കം കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ പരിപ്പൊന്നും ചേർത്തിട്ടില്ല, ഉരുളൻകിഴങ്ങൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റും ഒരു കുറുക്കവും കിട്ടും കേട്ടോ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ്, ഫസ്റ്റിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടാണ് കഷ്ണങ്ങളൊക്കെ വേവിച്ചത്. വീണ്ടും ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതയാനായിട്ട് നമുക്ക് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് തീ ഓഫാക്കി കൊടുക്കാം. നമുക്ക് താളിക്കാനായിട്ട് വെക്കാം. നമുക്കൊരു ചെറിയ കടായിയോ ചീനച്ചട്ടിയോ അടുപ്പിലേക്ക് വെക്കാം. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഏതാണോ ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകും കൂടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക്, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്, ഒരു വറ്റൽമുളകും കുറച്ച് നാടൻ കറിവേപ്പിലയും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് തീയെല്ലാം ഓഫാക്കിയില്ലേ നിങ്ങൾ, പതഞ്ഞ് വരുമ്പോൾ തന്നെ തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ കറി നല്ല കുറുകി പരിപ്പൊന്നും ഇല്ലെങ്കിലും വളരെ രുചികരമായിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ചോറിനപ്പായാലും ചപ്പാത്തിക്കും വെള്ളപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ നമുക്കിത് കഴിക്കാം. വളരെ രുചികരമായ ഒരു കറിയാണ്. നിങ്ങൾ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ കിട്ടിയാലൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും.